ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അപ്പച്ചി വന്ന് ഭയങ്കര കരച്ചിലാണ്. എന്നാലും എന്റെ പപ്പി മോളെ ഞാൻ ഇട്ടേച്ച് പോയല്ലോടി മോളെ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കരച്ചിലാണ്. അഞ്ജലി നമ്മുടെ അപ്പച്ചിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പച്ചി ഞാനാണ് അഡ്വക്കേറ്റ് അഞ്ജലി എന്ന് പറയാണ്. ഇത് കേൾക്കുന്നതും അപ്പച്ചി ഒന്ന് തിരിഞ്ഞു നോക്കിയതിനു ശേഷം അഞ്ജലിനെ പിടിച്ച് തള്ളി മാറ്റുവാട്ടോ. അപ്പൊ നീയാണല്ലേ നീ അഡ്വക്കേറ്റ് അഞ്ജലി, എന്റെ മോളെ കൊലക്ക് കൊടുത്തത് നീയാണല്ലേ? അയ്യോ അപ്പച്ചി ഞാൻ വേണ്ടടി, മനസ്സിലായടി, എന്റെ മോളെ കൊലക്ക് കൊടുത്തത് നീയാണ്. കേസ് അത് ഇതെന്ന് പറഞ്ഞ് എന്റെ മോളെ ഇങ്ങനെ വെള്ള പുതപ്പിക്കാനാണോടി നീ കൊണ്ട് നടന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും എല്ലാരും ആകെ ഷോക്കായിട്ട് നിക്കാട്ടോ. അപ്പൊ CA നന്ദൻ പറയുന്നുണ്ട്, അതിന് വക്കീല് പത്മേനെ സഹായിക്കായിരുന്നു ചെയ്തത്. വേണ്ട സാറേ, സാറെന്നല്ല, ആരും ഇവളെ സപ്പോർട്ട് ചെയ്യണ്ട. ഇവളല്ലാത്തിന് കാരണം. ഇവള് കാണുക എന്റെ പത്മ മോള് മരിച്ചു പോയത്. എടി നിന്റെ കൂടെ നടന്നിട്ട് എന്റെ മോളെ വെള്ള പുതപ്പിച്ച് കിടത്തിയപ്പോ നിനക്ക് സമാധാനായില്ലേടി? പാറിപ്പറന്ന് എന്റെ കൊച്ചാണ്, സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിഞ്ഞിരുന്ന എന്റെ കൊച്ചാണ് ഇപ്പൊ ഈ അവസ്ഥയിൽ കിടക്കണത്. ഞാനിതെങ്ങനെ സഹിക്കും എന്റെ സാറേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാണ് അപ്പച്ചി. ഇത് കേട്ട് നമ്മുടെ ശ്യാമള അഞ്ജലിയുടെ അടുത്തേക്ക് വരുന്നതിട്ട് അപ്പച്ചടുത്ത് പറയേണ്ടത്, നോക്ക് അഞ്ജലി പത്മേനെ സഹായിക്കുകയാണ് ചെയ്തത്. പത്മേനെ ഉപദ്രവിക്കാൻ വന്നവരിൽ നിന്നൊക്കെ അഞ്ജലി പത്മേനെ സഹായിക്കായിരുന്നു. ഇതാണ് സഹായം. ഇവളെ വെള്ള പൊതിച്ചു കിടത്താൻ വേണ്ടിയിട്ടാണോ ഇവള് സഹായിച്ചത്? സത്യം ഞാൻ പറഞ്ഞത്. നിങ്ങക്ക് സംശയം ഇവിടെ നിൽക്കുന്ന ആരോട് വേണമെങ്കിലും ചോദിച്ചു നോക്ക് എന്ന് പറയുമ്പോഴേക്കും കുഞ്ഞപ്പൻ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അതെ എല്ലാരും പറഞ്ഞത് സത്യം തന്നെയാണ്. അഞ്ജലിയാണ് പത്മേനെ ജീവനോടെ നിലനിർത്തി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഏത് പ്രതിസന്ധിയിലും അഞ്ജലി പത്മയുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന്, അഞ്ജലിയുടെ ജീവൻ പോലും നോക്കാതെ. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പത്മന് ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രമാത്രം ജീവനാണ്, അത്രമാത്രം കൂടപ്പിറപ്പിനെ പോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. പത്മന് അത്രമാത്രം സ്നേഹമാണ് ഞങ്ങൾക്ക് എന്നൊക്കെ പറയാണ് കുഞ്ഞപ്പൻ. ഇതൊന്ന് കേട്ട് വേണ്ടാന്ന് പറയുമ്പോഴേക്കും അഞ്ജലി പറഞ്ഞിട്ട്, അപ്പച്ചി ഞാൻ പറഞ്ഞെന്ന് കേക്ക്. നോക്ക്, അപ്പച്ചിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ പത്മിനി ഈ അവസ്ഥയിലാക്കിയവര് അയ്യോ പൊന്നു സ്വാമി എന്നെ വീട്, ഞാനിനി ഒന്നിനും ഇല്ല എന്ന് പറയണം. ഇത് കേട്ട് CA നന്ദൻ പറയണ്ട്, അതെ പത്മയുടെ എന്നെ വീട് ഞാൻ പോകുവാണ്, മരണം അറിയിച്ചാൽ നന്ദി സാറേ എന്ന് അപ്പച്ചി പറയുമ്പോഴേക്കും CA നന്ദൻ പറയണ്ട്, അതെ പത്മയുടെ ഡെഡ് ബോഡി കൈപ്പറ്റേണ്ടത് അപ്പച്ചിയാണ് എന്ന് പറയണം. അയ്യോ ഞാനോ, എനിക്ക് വയ്യ സാറേ, ഇവളെ കത്തിക്കാനോ കുഴിച്ചു മൂടാനോ ഒന്നും ഞാനില്ല, അതെനിക്ക് കാണുകയും വേണ്ട. അയ്യോ എനിക്ക് കാണേ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടിപ്പോകുകയാണ് ഈ അപ്പച്ചി എന്ന് പറഞ്ഞ സ്ത്രീ കേട്ടോ. ആ സമയത്ത് ശിവരാമൻ CA നന്ദനോട് പറയണ്ട്, സാറേ പത്മയുടെ ഡെഡ് ബോഡി ഇപ്പൊ ഏറ്റുവാങ്ങാൻ ആരുമില്ല, അവൾക്ക് ആകെ ഉണ്ടായത് ആ അപ്പച്ചിയാണ്. അവര് പോയല്ലോ, ഇനി പത്മന്റെ ഡെഡ് ബോഡി ഞങ്ങൾ ഏറ്റെടുത്തോട്ടെ സർ എന്ന് ശിവരാമൻ ചോദിക്കുമ്പോഴേക്കും അത് കേൾക്കുമ്പോഴേക്കും അഞ്ജലിക്കും ശ്യാമളക്കൊക്കെ സന്തോഷമാവാട്ടോ. അങ്ങനെ പത്മയുടെ ഡെഡ് ബോഡി ഏറ്റെടുക്കുന്നത് ശിവരാമനാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് കുറുപ്പിനെയാണ്. കുറുപ്പ് ആകെ ദേഷ്യത്തിൽ വീട്ടിലേക്ക് വന്നിരിക്കാട്ടോ. ആ സമയത്ത് നമ്മുടെ കാർത്തിക് പുറത്തേക്ക് ഇറങ്ങണ്ട. ആ അച്ഛന്ന് പറയുമ്പോഴേക്കും ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാണ് മുഖത്തേക്ക്. എന്നിട്ട് ചോദിക്കണ്ട, നീ എപ്പോഴാടാ എന്റെ തലയിൽ കയറരുത് കളിക്കാൻ വേണ്ടി തുടങ്ങിയത്? അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞത്? അത് ബഹളം കേട്ട് കാവ്യം സേതു എല്ലാവരും വരുന്നുണ്ട്. നിങ്ങൾ എന്തിനാ അവനെ അടിച്ചത്? എന്താ കാര്യം? ഇവരെ അടിക്കുകയല്ല, കൊല്ലുവാണ് വേണ്ടത്. ഇവനാ പത്മനെ കൊല്ലുന്നത്. ഞാനോ? അച്ഛൻ എന്തൊക്കെയാണ് അച്ഛൻ പറഞ്ഞത്? ആ സംഭവം നടക്കുന്ന സമയത്ത് ഞാൻ കോടതിയിലുള്ള ഞാൻ എങ്ങനെയാ അവളെ കൊല്ലുന്നത്? അയ്യോ എന്റെ പൊന്നു മോനെ, നീ അവിടെ പോയി കൊന്നു എന്നല്ല ഞാൻ പറഞ്ഞത്, നീ ആളെ വിട്ട് കൊല്ലിപ്പിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. അച്ഛൻ എന്തൊക്കെയാ അച്ഛൻ പറഞ്ഞത്? ഞാൻ ആളെ വിട്ട് കൊല്ലിപ്പിച്ചെന്നോ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല അച്ഛാ. നീ ചെയ്തിട്ടില്ലെങ്കിൽ നീ പറഞ്ഞു വിട്ട ആൾക്കാരായിരിക്കും ചെയ്തത്. പക്ഷെ നീ ഒറ്റക്കല്ല, നിന്റെ കൂടെ ഇവളും ഉണ്ടായിരുന്നു, ഈ കാവ്യ. അച്ഛൻ എന്തൊക്കെയാ പറഞ്ഞത്? പത്മയുടെ മരണവിവരം പോലും ഞാൻ അറിയണത് ആ കതിർ മണ്ഡപത്തിൽ നിന്ന് ഇവിടെ വന്ന് കഴിഞ്ഞതിന് ശേഷമാണ്. ഞാൻ അതിലൊരു പങ്കും ഇല്ലച്ചാ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ കൃത്യം നടത്തിയെന്ന് എനിക്ക് വ്യക്തമായ തെളിവ് കിട്ടി. അച്ഛനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? വേറെ ആര്? അനുപമയാ പറഞ്ഞത്. നിങ്ങൾ ഈ ദിവസം അനുപമനെ കാണാൻ വേണ്ടി ശംഖുചക്രത്തിൽ പോയിരുന്നോ എന്ന് ചോദിക്കുമ്പോഴേക്കും കാർത്തിക്കും കാവ്യം ഒന്നും മിണ്ടുന്നില്ല. എന്താ നിങ്ങളൊന്നും മിണ്ടാതെ? പറ. പോയിരുന്നു. അത് വേറൊന്നിനല്ല, നമ്മുടെ എല്ലാവരുടെയും പൊതു ശത്രു അഞ്ജലിയാണെന്നും അവൾ ഇല്ലായ്മ ചെയ്യണമെന്നും പിന്നെ അവളുടെ കൂടെ പത്മേനെയും കൂടി ഇല്ലായ്മ ചെയ്ത ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ അനുപമ പറഞ്ഞു എന്നുള്ളത് ശരി തന്നെയാണ്. ചേച്ചി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ അവളെ ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രാപ്പിലാക്കണം, അല്ലെങ്കിൽ അവളൊന്ന് ബ്ലോക്ക് ചെയ്യണം എന്ന് മാത്രമേ വിചാരിച്ചുള്ളൂ. അല്ലാതെ അവളെ കൊന്നു കളയുന്നതിന് ആരും ഇവന് തീരുമാനിച്ചിട്ടില്ല. എന്റെ പൊന്നു മോളെ, നീ അറിയാത്ത പല ഇടപാടും ഇവന് നടക്കുന്നുണ്ട്. നിന്റെ അടുത്ത് എല്ലാം പറഞ്ഞിട്ടാണ് ഇവൻ ചെയ്യണമെന്നാണ് നിന്റെ വിചാരം. ഇവനെ നീ വിചാരിച്ച പോലത്തെ പുള്ളിയൊന്നും അല്ല. എടാ സത്യം പെടാ, ആ ഗോവിന്ദനുടെ മകളായിട്ട് നിനക്ക് എന്താണ് ബന്ധം എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ കാർത്തിക് തല കുമ്പിട്ട് നിൽക്കാട്ടോ. പറയടാ, നിനക്ക് എന്താ ബന്ധമെന്ന്?
നിങ്ങൾ എന്തൊക്കെയാ മനുഷ്യ പറയണത് എന്ന് സേതു ചോദിക്കുമ്പോ അതേടി ഇവനുണ്ടല്ലോ ആ പെൺകുട്ടിനെ കാണാൻ വേണ്ടി അവിടെ പോവാറുണ്ട്, രാത്രിയും പകലൊന്നും ഇല്ലാതെ. ഇവനും ആ ഗോവിന്ദനും തമ്മിൽ വാക്ക് തർക്കവും അതിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ഇവനെ പേടിച്ചിട്ടാ അയാള് മോളെ നാട് കടത്തിയത് എന്നൊക്കെ പറയാണ്. എന്താണ് സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും കാവ്യ പറയണ്ട അച്ഛാ, അത് ജസ്റ്റ് വെറും ഇൻഫാക്ച്വേഷൻ ആണച്ചാ, ഞാനൊന്നും പറയുന്നില്ല എന്ന് കുറുപ്പ് പറയാണ്. കുറുപ്പിനോട് കാർത്തിക്കും കാവ്യ മാറി മാറി പറയണ്ട അച്ഛാ, ആ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്ന് പറയുമ്പോ സേതു പറയണ്ട, ചിലപ്പോ ഇതിനെല്ലാം പിന്നിൽ അവളായിരിക്കും. ആര്? ആ അനുപമ. അവളെ ഇവരെ മുന്നിൽ നിർത്തി പുറകേന്ന് കളിച്ചതായിരിക്കും. അപ്പൊ കൊലക്കുറ്റം ഇവരുടെ തലയിൽ ഇടാലോ, അതിനായിരിക്കും അവള് ശ്രമിച്ചത് എന്ന് പറയുമ്പോ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് കുറുപ്പ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന പത്മയുടെ ദഹിപ്പിക്കുന്ന ആ ഒരു സംസ്കാര ചടങ്ങാണ്. അങ്ങനെ പത്മേനെ ചിതയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോ വിറകും കാര്യങ്ങളൊക്കെ കൂട്ടി വെച്ച് കൊടുക്കുകയാണ്. കുഞ്ഞപ്പനും അവിടെ നിൽക്കുന്ന ആൾക്കാരൊക്കെ വിറക് കൂട്ടി വെച്ച് നിൽക്കുകയാണ്. അർജുനാണ് നമ്മുടെ ചെയ്യുന്ന സംസ്കാര ചടങ്ങുകളും പത്മക്ക് കൊള്ളി വെക്കുന്നതും അർജുനാണ് കേട്ടോ. അങ്ങനെ വിറകൊക്കെ എല്ലാവരും വെച്ച് വരുന്ന സമയത്ത് ഓരോരുത്തർ പത്മേനെ കുറിച്ച് ആലോചിക്കുകയാണ്. പിന്നീട് ഒരു 10 മിനിറ്റ് വീട് ആലോചനയാണ് കേട്ടോ കാണിക്കുന്ന. ഒരു പാട്ടോട് കൂടി തന്നെ പത്മ അവരുടെ കൂടെ കളിച്ച് ചിരിച്ച് നടന്നതും അവർ തമ്മിൽ ഡാൻസ് കളിച്ചതൊക്കെ അഞ്ജലി മാരിയും എല്ലാവരും ഇങ്ങനെ ആലോചിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അർജുന്റെ കയ്യിലേക്ക് ആ ഒരു ചടങ്ങ് നടത്തുന്ന ആ ഒരു ദേഹണക്കാരൻ ആ ഒരു കുടം കൊടുക്കുന്നുണ്ട്. അത് വലം വെക്കണമല്ലോ, അങ്ങനെ വലം വെക്കാണ് അർജുൻ. വലം വെക്കുന്ന സമയത്ത് അർജുന്റെ മനസ്സിലും ഭയങ്കര വിഷമവും വേദനയൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുവാട്ടോ. അതിനുശേഷം ആ കല മുടച്ചതിന് ശേഷം അർജുന്റെ കയ്യിലേക്ക് ആ ഒരു തീക്കൊള്ളി വെച്ച് കൊടുക്കാണ്, പത്മയുടെ ദഹിപ്പിക്കാനുള്ള തീക്കൊള്ളി. അങ്ങനെ അത് പിടിച്ച് നിൽക്കാണ് അർജുൻ. അങ്ങനെ വെക്കാൻ പോണ സമയത്ത് അവിടേക്ക് പോലീസ് വണ്ടിയും ആംബുലൻസ് ഒക്കെ ഭയങ്കര സ്പീഡിൽ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പാഞ്ഞു വരുക കേട്ടോ. പെട്ടെന്ന് അർജുൻ തീ കൊളുത്തുന്നില്ല, അത് പുറകിലേക്ക് മാറ്റുകയാണ്. അവിടേക്ക് വേഗം ഓടുന്നുണ്ട്. CA നന്ദൻ ഓടി വരുന്നുണ്ട്. അവരുടെ കൂടെ കുറച്ച് പോലീസായിട്ട് പിന്നെ ഒരു ഉമ്മയും ബാപ്പയും കൂടി ഉണ്ട്. അവർ കരഞ്ഞുകൊണ്ടാണ് അവിടേക്ക് വരുന്നത്. അപ്പൊ CA നന്ദൻ പറഞ്ഞ ഹാവു ഭാഗ്യം, രക്ഷപ്പെട്ടു, ദഹിപ്പിച്ചില്ലല്ലോ, ഞാൻ പേടിച്ചാണ് ഓടിയത്. എടോ തന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചല്ലോ, താനെന്താ ഫോൺ എടുക്കാത്തത് എന്ന് അർജുനോട് ചോദിക്കുമ്പോ സാർ അത് ഫോൺ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും ദഹനമൊന്നും നടന്നില്ലല്ലോ, എന്താ സർ എന്താ കാര്യം എന്ന് അഞ്ജലി ചോദിക്കുമ്പോ അതെ ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ പത്മയാവാൻ ചാൻസ് ഒന്നുമില്ല. എന്താ സാറി പറയണത്? അതെ, പത്മാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത് 2 ദമ്പതികൾ, തക്കലക്കകത്തുള്ള ദമ്പതികൾ. ഇവരുടെ മകൾ നസീബേന നമ്മുടെ തക്കലക്ക അടുത്തുള്ള ഒരു സിറ്റിയിലാണ് കെട്ടിച്ചു വിട്ടിരിക്കുന്നത്. ആ കുടിന് 2 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. അപ്പോൾ ഇവർ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പത്മേന ഗുണ്ടകൾ ഓടിച്ചിട്ടോണ്ട് പോയി എന്നാണ് അമ്പാടി കൊടുത്ത വിവരം. അതിനുശേഷം അവിടെ ഒരു ഡെഡ് ബോഡി, അതായത് റെയിൽവേ ട്രാക്കിൽ ഡെഡ് ബോഡി കിടന്നപ്പോഴേക്കും തമിഴ്നാട് പോലീസ് ഈ കേസ് ഒതുക്കി തീർക്കാനും പിന്നെ കേരളത്തിലേക്ക് ഈ ഒരു കേസ് തരാൻ വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്തത്. അല്ലെങ്കിൽ ഈ കാളെ പെറ്റു നിർത്തിയപ്പോഴേ കയറെടുത്തു എന്നൊക്കെ പറയില്ലേ, അതാണ് തമിഴ്നാട് പോലീസ് ചെയ്തത്. നമ്മുടെ മാമാരിട്ട് മോശമല്ല എന്നാ മരിച്ചത് പത്മ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചുമില്ല. സർ അപ്പൊ സാർ എന്താ പറഞ്ഞത്? പത്മ ഡെഡ് ബോഡി അപ്പോ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഇത് ആകെ പുലിവാല് പിടിച്ചൊരു കേസാണ്. ഇതെന്തായാലും ഇവര് പറഞ്ഞ പോലെ ഇവരുടെ മകളാണോ എന്നൊരു സംശയമുണ്ട്. ഒരു കറുത്ത പർദ്ദ കിട്ടിയത് കൊണ്ടും പത്മയാവണമെന്നൊന്നും ഇല്ലല്ലോ. ഇവര് ഒരു സംശയം വെച്ച് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പത്മയാവാം, നസീബ ആവാം. മിക്കവാറും നസീബ ആവാനാണ് ചാൻസ്. എന്തായാലും ഒരു കാര്യം ചെയ്യാം, ഈ ഡെഡ് ബോഡി ഒന്നുകൂടി പുനഃപരിശോധന ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആ ഡെഡ് ബോഡി വീണ്ടും ആംബുലൻസിലേക്ക് കയറ്റിയാണ്. പത്മ അല്ലെന്ന് കേട്ടപ്പോ നമ്മുടെ ശിവരാമനും മാരിയൊക്കെ ഭയങ്കര സന്തോഷമാവാട്ടോ. അപ്പൊ ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.